സുൽത്താൻ ഖാബൂസ് ആശുപത്രി അടുത്ത ഓഗസ്റ്റിൽ ആരോഗ്യ മന്ത്രാലയത്തിന് കൈമാറും. സുഹാറിനെയും അബുദാബിയെയും ബന്ധിപ്പിക്കുന്ന അഫീദ് റെയിൽവേ പദ്ധതി നിർമ്മാണം അതിവേഗം പുരോഗമിക്കുന്നു. ഖരീഫ് ആസ്വദിച്ച് ബഹ്റൈൻ രാജാവ് സലാലയിൽ നിന്നും മടങ്ങി. ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് തുടങ്ങുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ്, പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്. സുൽത്താനേറ്റിലെ ആരോഗ്യ മേഖലയ്ക്ക് കരുത്തേകുന്ന സലാലയിലെ പുതിയ സുൽത്താൻ ഖാബൂസ് ആശുപത്രിയുടെ നിർമ്മാണം 72% പൂർത്തിയായി. അടുത്ത വർഷം ഓഗസ്റ്റിൽ ആരോഗ്യ മന്ത്രാലയത്തിന് കൈമാറുമെന്ന് ദോഫാറിലെ ആരോഗ്യ സേവന ഡയറക്ടർ ജനറൽ ഡോക്ടർ ഹാനി അൽ ഖാദി പറഞ്ഞു. ഓങ്കോളജി ഉൾപ്പെടെയുള്ള ആശുപത്രി സേവനം മൊത്തത്തിലുള്ള പരിചരണ നിലവാരം ഉയർത്തും. കൂടുതൽ ഉയർന്ന യോഗ്യതയുള്ള മെഡിക്കൽ സാങ്കേതിക ഉദ്യോഗസ്ഥരെ നിയമിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 129 ദശലക്ഷം റിയാൽ ചിലവിൽ 2 ലക്ഷം ചതുരശ്ര മീറ്റർ സ്ഥലത്താണ് പദ്ധതി ഒരുങ്ങുന്നത്. ഗവർണറേറ്റിലെ സെക്കൻഡറി ക്രിട്ടിക്കൽ കെയർ ശേഷി ശക്തിപ്പെടുത്തുന്നതിനായാണ് ആതുരാലയം ആസൂത്രണം ചെയ്തിരിക്കുന്നത്. പ്രധാന കെട്ടിടത്തിൽ ഒരു ഗ്രൗണ്ട് ഫ്ലോറും 6 മുകൾ നിലകളും ഉൾപ്പെടുന്നു. ഒമാന്റെ തുറമുഖ നഗരമായ സുഹാറിനെയും UAE തലസ്ഥാനമായ അബുദാബിയെയും ബന്ധിപ്പിക്കുന്ന അഫീദ് റെയിൽവേ പദ്ധതി നിർമ്മാണം അതിവേഗം പുരോഗമിക്കുന്നു. സുഹാർ തുറമുഖം വഴി 3800-ലധികം റെയിലുകൾ എത്തിച്ചതോടെ റെയിൽവേ ലിങ്കിനായുള്ള ട്രാക്ക് ലേയിങ് ആരംഭിച്ചു. 25 മീറ്റർ നീളവും മൊത്തം 5700 മെട്രിക് ടൺ ഭാരവുമുള്ള 3800-ലധികം E260 ഗ്രേഡ് ട്രാക്കുകളാണ് എത്തിച്ചിട്ടുള്ളത്. സ്പെയിനിലെ ഗിജോണിലുള്ള ആർസെലർ മിത്തലിന്റെ സൗകര്യത്തിൽ നിർമ്മിച്ചവയാണ് ഇവ. ഹെവി ചരക്ക് യാത്രാ പ്രവർത്തനങ്ങൾക്കായി ഏറ്റവും ഉയർന്ന അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾ പാലിച്ചാണ് റെയിലുകൾ നിർമ്മിച്ചിരിക്കുന്നത്. ട്രാക്കുകളുടെ വരവോടെ അടുത്ത ഘട്ടം ഓൺ ഗ്രൗണ്ട് നിർമ്മാണത്തിലേക്ക് കടക്കാൻ കഴിയും. അസ്യാദ് ഗ്രൂപ്പ്, ഇത്തിഹാദ് റെയിൽ, മുബദല എന്നിവ തമ്മിലുള്ള തന്ത്രപരമായ പങ്കാളിത്തത്തിന്റെ ഭാഗമായാണ് അഫീദ് റെയിൽ പദ്ധതി ഒരുങ്ങുന്നത്. സ്വകാര്യ സന്ദർശനം പൂർത്തിയാക്കി ഒമാനിലെ ദോഫാറിൽ നിന്ന് ബഹ്റൈൻ രാജാവ് ഹമദ് ബിൻ ഈസ അൽ ഖലീഫ മടങ്ങി. സലാലയിലെ റോയൽ വിമാനത്താവളത്തിൽ നൽകിയ യാത്രയപ്പ് ചടങ്ങിന് സുൽത്താൻ ഹൈതം ബിൻ താരിഖ് നേതൃത്വം നൽകി. ശനിയാഴ്ചയാണ് ബഹ്റൈൻ രാജാവ് സലാലയിലെത്തുന്നത്. ഖരീഫ് സീസണിലെ സുഖകരമായ കാലാവസ്ഥ ആസ്വദിച്ചാണ് ബഹ്റൈൻ രാജാവ് മടങ്ങിയത്. സലാലയിലെ ബൈത്ത് അൽ റബാത്തിൽ സുൽത്താൻ ഹൈതം ബിൻ താരിഖുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ഒമാനെയും ബഹ്റൈനെയും ബന്ധിപ്പിക്കുന്ന ആഴത്തിൽ വേരൂന്നിയ ചരിത്രപരമായ ബന്ധങ്ങൾ അവലോകനം ചെയ്തിരുന്നു. സഹകരണം ഊട്ടിയുറപ്പിക്കുന്നതിനും ഗൾഫ് ഐക്യദാർഢ്യം ശക്തിപ്പെടുത്തുന്നതിനുമുള്ള നേതൃത്വത്തിന്റെ പ്രതിബദ്ധതയെ സന്ദർശനം പ്രതിഫലിക്കുന്നുണ്ട്. റൂബി സെന്റ് മേരീസ് യാക്കോബായ സുറിയാനി ഓർത്തഡോക്സ് ദേവാലയത്തിൽ വിശുദ്ധ സ്നാപക യോഹന്നാന്റെ ഓർമ്മ പെരുന്നാൾ വ്യാഴം വെള്ളി ദിവസങ്ങളിൽ ആചരിക്കുന്നു. വ്യാഴാഴ്ച വൈകിട്ട് 7:30 സന്ധ്യാപ്രാർത്ഥന, ആശീർവാദം എന്നിവയും വെള്ളിയാഴ്ച രാവിലെ 7 മണിക്ക് പ്രഭാത പ്രാർത്ഥന, 8 മണിക്ക് വിശുദ്ധ അഞ്ചിന്മേൽ കുർബാന എന്നിവയും നടക്കും. ഒമാനിൽ ആദ്യമായി ആണ് അഞ്ചിന്മേൽ കുർബാന നടക്കുന്നത്. പരിശുദ്ധ പാത്രിയാർക്കീസ് ബാവയുടെ കീഴിൽ യാക്കോബായ സഭയ്ക്ക് 4 ദേവാലയങ്ങളാണ് ഒമാനിലുള്ളത്. അതിൽ 45 വർഷം മുൻപ് സ്ഥാപിച്ചതാണ് റൂബി സെന്റ് മേരീസ് ദേവാലയം. ഇതോടുകൂടി ഇന്നത്തെ ഗൾഫ് അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ്. നമസ്കാരം. ഗൾഫ് അപ്ഡേറ്റ്സ് നിങ്ങളുടെ വാട്സാപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും 96201150 എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് അയക്കൂ. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ്, പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്.